Hi, welcome to Lash Class. BA English Appreciating Prose ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. GK ചിസ്റ്റർട്ടൺ എഴുതിയിട്ടുള്ള കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ളൊരു എസ്സേ ആണ്. നമ്മളിവിടെ എസ്സേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സമ്മറി നോക്കാം. ഇൻട്രൊഡക്ഷൻ. Chesterton starts by expressing an envy for the flooding in London while he is in the country. ഇദ്ദേഹം എസ്സേ തുടങ്ങുന്നത് ഒരു അസൂയ പങ്കുവെച്ചുകൊണ്ടാണ്. ലണ്ടനിൽ ഇപ്പോൾ ഫ്ലഡാണ്, അതായത് ചെറിയൊരു വെള്ളപ്പൊക്കമുണ്ട്. ഈ സമയത്ത് ഇദ്ദേഹം ഉള്ളത് കൺട്രി സൈഡിലാണ്, ഒരു ഗ്രാമപ്രദേശത്താണ്, ടൗണിലല്ല. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇല്ലാത്ത സമയത്താണല്ലോ ലണ്ടനിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ വെള്ളമൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടെ നല്ല രസമായിരിക്കും. അത് അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു അസൂയയാണ് അദ്ദേഹം ആദ്യം പങ്കുവയ്ക്കുന്നത്. He playfully idealizes Battersea as a romantic and picturesque place like Venice, where groceries are delivered on boats. അദ്ദേഹത്തിൻ്റെ സ്ഥലമായിട്ടുള്ള ഈ ബാറ്റർസി എന്ന് പറയുന്ന ഈ സ്ഥലം ഈ വെനീസിനെ പോലെ ഇപ്പോൾ മനോഹരമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. വെനീസ് നമുക്കറിയാം, ഇതുപോലെ ആലപ്പുഴയിലത്തേക്ക് പോലെ ഇങ്ങനെ ഒരുപാട് വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ പോലെ ആയിരിക്കും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നഗരം. അവിടെ ഈ കച്ചവടക്കാരൊക്കെ ബോട്ടിലായിരിക്കും സാധനങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് വീട്ടിലും മറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ മനോഹരമായിട്ടുള്ള ഒരു രംഗം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു അസൂയയാണ് അദ്ദേഹം ആദ്യം പങ്കുവയ്ക്കുന്നത്. സെൻറ്റിമെൻ്റൽ ഇൻകൺവീനിയൻസസ്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. നമ്മൾ ഈ ഫ്ലഡ്, വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്നത് ഒരു പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. ഇദ്ദേഹം അവിടെ അദ്ദേഹത്തിന് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Chesterton argues that many inconveniences causing frustration are actually sentimental or imaginative. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന, പ്രയാസമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ഇമാജിനേഷൻ കൊണ്ടാണ്, അതായത് നമ്മൾ അതൊരു പ്രയാസമാണ് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്കതിന് തോന്നുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സിസ്റ്റിംഗ് ഇൻ ദ മൈൻഡ് റാദർ ദാൻ ബീയിങ് ടാഞ്ചിബിൾ ഹാർഡ്ഷിപ്സ്. അതെല്ലാം യഥാർത്ഥത്തിലുള്ളതിനേക്കാളും പ്രയാസമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ചിന്ത കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. He says that real hardships occur rarely and the inconveniences people complain about in daily life are imaginary. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ വലിയൊരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു തീപിടുത്തം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആളുകൾ എല്ലാ ദിവസവും ഇതുപോലെ ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ അവർക്ക് പ്രയാസം, ബുദ്ധിമുട്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ വെറുതെ ചിന്തിച്ചെടുക്കുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. He contrasts adult complaints about waiting at a railway station with a child's fascination, emphasizing the importance of the emotional point of view. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് മുതിർന്ന ആളുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാലൊക്കെ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും, അവർക്കത് പ്രയാസമായിട്ട് തോന്നും. അതേ സമയത്ത് ഈ യാത്ര ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ട്രെയിൻ വരാൻ ലേറ്റ് ആകുന്നത് കുട്ടിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ആ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന കാഴ്ചകളും മറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും കുട്ടി അവിടെ ഇരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് നിത്യജീവിതത്തിൽ തോന്നുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മളതിനെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്കത് പ്രയാസമായിട്ട് തോന്നുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ്. ഇനി അദ്ദേഹം അടുത്ത ഉദാഹരണമായിട്ട് പറയുന്നത് ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി പറന്നു പോവുകയാണെങ്കിൽ അതെടുക്കാൻ വേണ്ടി അതിന് പുറകെ ഓടുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ്. ദി ഓതർ ചലഞ്ചസ് ദി നോഷൻ ദാറ്റ് റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് ഈസ് അൺപ്ലസൻറ്റ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ തലയിലിരിക്കുന്ന തൊപ്പി ഇങ്ങനെ കാറ്റടിച്ച് പറന്നു പോവുകയാണെങ്കിൽ അതെടുക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ പോകുന്നത് അത്ര സന്തോഷമില്ലാത്തൊരു കാര്യമൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സജസ്റ്റിംഗ് ഇറ്റ് ക്യാൻ ബി ജോയസ് ലൈക്ക് എ ഹൺസ്മാൻ പെർസ്യൂവിങ് എ വൈൽഡ് ആനിമൽ. അദ്ദേഹം പറയുന്നത് അത് നമുക്ക് ജോയ് ആയിട്ടുള്ള, സന്തോഷമുള്ള, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു വേട്ടക്കാരൻ ഒരു മൃഗത്തിന് പുറകെ ഓടുന്നത് പോലെ സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. He says that people consider it an inconvenience because it seems humiliating and comic. അദ്ദേഹം പറയുന്നത് ആളുകൾക്ക് ഇങ്ങനെ തൊപ്പിയുടെ പുറകെ ഓടുന്നത് ഒരു മോശം കാര്യമായിട്ട് തോന്നുന്നത് അത് നാണക്കേട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കാണുന്ന ആളുകൾക്ക് ഒരു തമാശയായിട്ട് തോന്നും എന്നുള്ളത് കൊണ്ടാണ്. He argues that all human activities can be considered that way if we look closely.
അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ നാണക്കേട് ഉണ്ടാക്കുന്നതും തമാശയുള്ളതുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയും, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീക്ക് പുറകെ ഇങ്ങനെ ഒരുപാട് നടക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ വേണമെങ്കിൽ തമാശയാണ്. ഒരു തൊപ്പിക്ക് പുറകെ ഒരാൾ ഓടുന്നതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. He humorously envisions hat hunting becoming a future sport for the upper classes, combining sport with humanitarianism. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ തൊപ്പിക്ക് പുറകെ ഓടുന്നത് വേണമെങ്കിൽ സ്പോർട്ടായിട്ട് കണക്കാക്കാം, ഒരു കായിക വിനോദമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. ആരാണ് ആദ്യം തൊപ്പി പിടിക്കുക എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെ ഒരു മത്സരമായിട്ട് എടുക്കാൻ പറ്റും. അതൊരു മാനവികമായിട്ടുള്ള മത്സരമായിരിക്കും. കാരണം വേട്ടക്കാരൻ ഒരു മൃഗത്തിന് പുറകെ ഓടുക എന്നുണ്ടെങ്കിൽ ആ മൃഗത്തിനെ വേദനിപ്പിക്കും എന്നുള്ളൊരു സംവിധാനം അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ തൊപ്പിയുടെ പുറകെ ഓടുക എന്ന് പറയുന്നത് ആർക്കും വേദനയില്ലാത്ത നല്ലൊരു തമാശയായിട്ടുള്ളൊരു കായിക വിനോദമായിട്ട് കാണാൻ പറ്റുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് ബുദ്ധിമുട്ടാണോ അതോ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെ സ്വാധീനിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്ലൈയിങ് ദ പെർസ്പെക്റ്റീവ് ടു അതർ അനോയൻസസ്. ഇനി അദ്ദേഹം ഈ ഒരു വീക്ഷണം നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്ന മറ്റ് കാര്യങ്ങൾ കൂടി ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. Chesterton extends his perspective to other typical domestic worries, encouraging readers to find satisfaction and repose in dealing with inconveniences. അതായത് ഡൊമസ്റ്റിക് വറീസ്, നമുക്ക് വീട്ടിനകത്ത് ഉണ്ടാവുന്ന ഇത്തരം ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹെഡ്സെറ്റിൻ്റെ വയർ കുടുങ്ങി കിടക്കുന്നു, അത് നിവർത്തിയെടുക്കണം. വേണമെങ്കിൽ അതിനൊരു പസിലായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഹി യൂസസ് എക്സാമ്പിൾസ് ലൈക്ക് ട്രൈയിങ് ടു ഗെറ്റ് എ ഫ്ലൈ ഔട്ട് ഓഫ് മിൽക്ക് ഓർ അൺകോക്കിംഗ് എ ബോട്ടിൽ ടു ഇല്ലുസ്ട്രേറ്റ് ഹൗ എ ചേഞ്ച് ഇൻ വ്യൂ പോയിന്റ് ക്യാൻ ടേൺ ഇറിറ്റേഷൻ ഇൻ ടു ഗ്രാറ്റിഫിക്കേഷൻ. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ പാലിൽ എന്തെങ്കിലും പ്രാണി വീണ് കിടക്കുകയാണെങ്കിൽ അതിനെ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോക്ക് അടച്ചു വെച്ചിരിക്കുന്നത് തുറക്കാൻ പ്രയാസമാകുമ്പോൾ അത് തുറക്കുന്നത്, അല്ലെങ്കിൽ ഒരു മേശ വലിപ്പ് ടൈറ്റായിട്ടിരിക്കുന്ന സമയത്ത് അത് തുറക്കാൻ ശ്രമിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പോയറ്റിക് അക്സെപ്റ്റൻസ് ഓഫ് ഫ്ലഡ്സ്. ഇനി അദ്ദേഹം അവസാന ഭാഗത്ത് പറയുന്നത്, ദി ഓതർ കൺക്ലൂഡ്സ് ബൈ പ്രപ്പോസിങ് പോയറ്റിക് അക്സെപ്റ്റൻസ് ഓഫ് ഫ്ലഡ്സ് ഇൻ ലണ്ടൻ. ഇപ്പോൾ ലണ്ടനിൽ ഈ വെള്ളപ്പൊക്കം വന്നിരിക്കുന്നു, അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതിനെ ഇത്ര വലിയ പ്രയാസമായിട്ട് കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആകെ വന്ന് മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്കമല്ല, ചെറിയ വെള്ളക്കെട്ട് എന്നുള്ള സംവിധാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. suggesting that inconvenience is only one aspect, the most unimaginative one, of a genuinely romantic situation. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ ഇമാജിൻ ചെയ്യാതെ നോക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ അഡ്വഞ്ചർ എന്ന് പറയുന്നത്, ഒരു മലയുടെ മുകളിൽ കയറുക എന്ന് പറയുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾ അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് താല്പര്യത്തോട് കൂടിയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് അത് പ്രയാസമായിട്ട് തോന്നുന്നു, ചില ആളുകൾ അത് താല്പര്യത്തോടു കൂടി ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളതിനെ വീക്ഷിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണോ അതോ അഡ്വഞ്ചർ ആണോ എന്ന് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. Chesterton invites readers to find joy in unexpected adventures and reconsider their emotional response to daily challenges. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, ചെറിയ വെല്ലുവിളികളെ ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കാതെ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു അഡ്വഞ്ചറായിട്ട് അതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സന്തോഷം ലഭിക്കും എന്നാണ് ഈ എസ്സേയിൽ പൊതുവിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Why does Chesterton think that people find it unpleasant to run after a hat? ഒരു തൊപ്പിക്ക് പുറകെ ഓടുന്നത് സന്തോഷമില്ലാത്തൊരു കാര്യമായിട്ട് ആളുകൾ കരുതുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Chesterton believes people find it unpleasant because they see it as humiliating and comic. ആളുകൾക്കത് നാണക്കേട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കണ്ടു നിൽക്കുന്നവർക്ക് തമാശയായിട്ട് തോന്നുന്നതുമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവർക്കത് സന്തോഷമില്ലാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ഹി ആർഗ്യൂസ് ദാറ്റ് എംബ്രേസിംഗ് ദ പെർസ്യൂട്ട് വിത്ത് ജോയ് ഈസ് എ മോർ ലോജിക്കൽ ആൻഡ് സെൻസിബിൾ പെർസ്പെക്റ്റീവ്. അദ്ദേഹം പറയുന്നത് അതിനെ ഒരു എൻജോയ്മെൻ്റ് ഉള്ള ഒരു പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ട് സമീപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്നാണ്. വാട്ട് ഡസ് ചെസ്റ്റർട്ടൺ മീൻ ബൈ ദ മോസ്റ്റ് കോമിക് തിങ്സ് ഓഫ് ഓൾ ആർ എക്സാക്ട്ലി ദ തിങ്സ് ദാറ്റ് ആർ മോസ്റ്റ് വർത്ത് ഡൂയിങ്. അപ്പോൾ നമുക്ക് കോമിക്കായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മൂല്യം ഉണ്ടാവുന്നതെന്നാണ്
പറയുന്നത്. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? By this statement, Chesterton suggests that activities often considered humorous, like running after a hat, are inherently valuable and significant. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കോമിക്കായിട്ട് ഹ്യൂമറസ് ആയിട്ട് കണക്കാക്കുന്ന, ഉദാഹരണത്തിന് ഒരു തൊപ്പിക്ക് പുറകെ ഓടുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെഡ്സെറ്റിൻ്റെ കെട്ട് വേണമെന്നത് അഴിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വാല്യുബിൾ ആണ്, അതിൽ നിന്ന് എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺട്രാസ്റ്റിംഗ് ദ കൺവെൻഷണൽ വ്യൂ ഓഫ് സച്ച് ആക്ഷൻസ് ആസ് മിയർ കോമഡി. സാധാരണഗതിക്ക് ആളുകൾ അതിനെ ഒരു കോമഡി ആയിട്ടാണ് കണക്കാക്കുന്നത്, പക്ഷേ അതിൽ നിന്ന് എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് എക്സാമ്പിൾസ് ആർ ഗിവൺ ബൈ ചെസ്റ്റർട്ടൺ to make the situations of frustration into thrilling and adventurous ones. ഇനി നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന സംഭവങ്ങളിൽ നമുക്ക് അഡ്വഞ്ചർ കണ്ടെത്താൻ കഴിയുന്നതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? He illustrates his point with examples like comparing the frustration of getting a fly out of milk to an exciting angler's patience and portraying a jammed drawer as a heroic struggle against a powerful enemy. ഇപ്പോൾ ഈ പാലിൽ വീണ് കിടക്കുന്ന ഒരു പ്രാണി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം വെള്ളത്തിലാണ് കിടക്കുന്നത് കാരണം നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇങ്ങനെ തെന്നി പോവും. അപ്പോൾ ഒരു ഫിഷിനെ പിടിക്കാനിരിക്കുന്നൊരു ബേർഡ് എത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നതുപോലെ നമ്മളതിനെ കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഒരു മേശ വലിപ്പ് ജാമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള എനിമി ആയിട്ട് ഒരു വടംവലി നടത്തുക എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഇതിന് നൽകുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിലെ ആൻസേഴ്സ് ചെയ്യാവുന്നതാണ്. നോക്കാം. എക്സ്പ്ലനേഷൻ ഓഫ് ഇൻകൺവീനിയൻസസ് ദാറ്റ് മേക്ക് മെൻ സ്വിയർ ആൻഡ് വിമൻ ക്രൈ ആർ റിയലി സെൻറ്റിമെൻ്റൽ ഓർ ഇമാജിനേറ്റീവ് ഇൻകൺവീനിയൻസസ് തിങ്സ് ഓൾ ടുഗദർ ഓഫ് ദ മൈൻഡ്. അതായത് ആളുകൾ ഇങ്ങനെ ശാപവാക്കുകൾ പറയുകയും കരയുകയൊക്കെ ചെയ്യുന്ന ഈ പ്രയാസമുണ്ടെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലാണ് അത്തരം സംഭവങ്ങളുള്ളത് എന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. Chesterton contends that the emotional response to inconveniences, such as swearing or crying, is often disproportionate to the actual hardship. അദ്ദേഹം പറയുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. ആളുകൾ കരയുകയോ അല്ലെങ്കിൽ ഇതുപോലെ ശാപവാക്കുകൾ പറയുകയോ ചെയ്യുന്നൊരു സംഭവം യഥാർത്ഥത്തിൽ അത്ര പ്രയാസമില്ലാതെയാണ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. He suggests that people's reactions are shaped by sentimental or imaginative perceptions rather than the objective severity of the inconvenience. യഥാർത്ഥത്തിൽ ഈ പ്രയാസം എത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നതിനേക്കാളും കൂടുതലായിട്ട് അവരുടെ മാനസികാവസ്ഥയാണ് അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് അങ്ങനെ പെരുമാറാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. The statement implies that the mental attitude and the emotional viewpoint significantly influence one's experience of inconveniences. അദ്ദേഹം പറയുന്നത് ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, ഒരാൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, അയാളുടെ വീക്ഷണം ആ അനുഭവത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം. ചെസ്റ്റർട്ടൺസ് പ്രെഡിക്ഷൻ ഓഫ് ദ ഫ്യൂച്ചർ സ്പോർട്ട് ഫോർ ദി അപ്പർ ക്ലാസ്സസ്. ഇനി ഉപരിവർഗത്തിലുള്ള ആളുകൾക്ക് ഭാവിയിൽ ഒരു സ്പോർട്ടായിട്ട് വരാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? Chesterton humorously foresees hat hunting on windy days becoming a sport for the upper classes. അദ്ദേഹം പറയുന്നത് നല്ല കാറ്റുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തൊപ്പിക്ക് പുറകെ ഓടുന്നത് ഒരു കായിക വിനോദമായിട്ട് വരാവുന്നതാണെന്നാണ്. He envisions a scenario where the upper class engage in a recreational pursuit, turning the seemingly trivial act of chasing hats into a formal and perhaps even prestigious activity. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ നിസ്സാരമായിട്ട് കണക്കാക്കുന്ന ഈ കാറ്റടിച്ച് തൊപ്പി പറന്നു പോകുമ്പോൾ അതെടുക്കാൻ വേണ്ടി പോകാമെന്ന് പറയുന്നതിന് ഒരു കായിക വിനോദമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് റിക്രിയേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. The proposal combines the elements of sport and humanitarianism. ഇതിൻ്റെ പ്രത്യേകത ഇത് കായികവുമാണ് അതുപോലെ തന്നെ മാനവികവുമാണ്. അതായത് ഒരു വേട്ടക്കാരൻ ഒരു ജീവിക്ക് പുറകെ ഓടുമ്പോൾ അതിൽ വേദനിപ്പിക്കും. ഇവിടെ തൊപ്പിക്ക് പുറകെ ഓടുന്ന സമയത്ത് അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം അത് മാനവികമായിട്ടുള്ള ഒന്നാണ്. As participants would feel they are inflicting pleasure on spectators rather than causing harm. അതുപോലെ തന്നെ ഇത് കാണാനിരിക്കുന്ന ആളുകൾക്കും അവിടെ സന്തോഷം ഉണ്ടാവും. ആ രീതിയിൽ നല്ലൊരു കായിക വിനോദമായിട്ട് ഇങ്ങനെ തൊപ്പിക്ക് പുറകെ ഓടുന്നത് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്.
ചെസ്റ്റർട്ടൺസ് റൊമാൻറ്റിസൈസേഷൻ ഓഫ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഈ പ്രയാസമുള്ള സന്ദർഭങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽപ്പനികവൽക്കരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ചെസ്റ്റർട്ടൺ ഇൻട്രൊഡ്യൂസസ് ദി ഐഡിയ ദാറ്റ് ആൻ ഇൻകൺവീനിയൻസ് ഈസ് ഓൺലി ആൻ അഡ്വഞ്ചർ റോങ്ലി കൺസിഡേർഡ്, സജസ്റ്റിംഗ് എ ഷിഫ്റ്റ് ഇൻ പെർസ്പെക്റ്റീവ്. അദ്ദേഹം പറയുന്നത് നമുക്ക് ഒരു ഇൻകൺവീനിയൻസ്, ഒരു പ്രയാസം എന്ന് പറയുന്നത് നമ്മളൊരു അഡ്വഞ്ചറിനെ ശരിയായ രീതിയിൽ വീക്ഷിക്കാത്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ട്രെക്കിങ് ചെയ്യുന്ന ഒരു സംഭവം, ഈ മലയുടെ മുകളിൽ കയറുന്നത്, കുന്നിൻ്റെ മുകളിൽ കയറുന്നത് ആളുകൾക്ക് പ്രയാസമായിട്ട് തോന്നും. എന്നാൽ ഈ ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് പ്രയാസം എന്ന് തോന്നുന്ന കാര്യം നമ്മൾ എങ്ങനെ അതിനെ വീക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഹി എൻകറേജസ് വ്യൂവിങ് ഡിഫിക്കൽട്ടീസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വഞ്ചർ, എംഫസൈസിങ് ദ സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ഇൻകൺവീനിയൻസ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനൊരു അഡ്വഞ്ചറായിട്ട് കണക്കാക്കണം എന്നാണ്. ബൈ ഫ്രെയിമിംഗ് ഇൻകൺവീനിയൻസ് ആസ് റോങ്ലി കൺസിഡേർഡ് അഡ്വഞ്ചേഴ്സ്, ചെസ്റ്റർട്ടൺ ഇൻവൈറ്റ്സ് എ മോർ പോസിറ്റീവ് ആൻഡ് അഡ്വഞ്ചറസ് ഔട്ട്ലുക്ക് ഓൺ ചലഞ്ചസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പ്രയാസം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അഡ്വഞ്ചറിന് തെറ്റിദ്ധരിക്കുന്നതാണ് എന്നാണ്. ആ രീതിയിൽ നമ്മൾ ഈ പ്രയാസങ്ങളെ പോസിറ്റീവായിട്ട് ഒരു അഡ്വഞ്ചറായിട്ട് നോക്കി കാണണം എന്നാണ് വായനക്കാരോട് ആവശ്യപ്പെടുന്നത്. The statement implies that the way one considers and interprets difficulties can transform them from mere inconveniences into exciting and potentially enriching experiences. കൂടാതെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് എന്ന് ഒരാൾ കണക്കാക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ വീക്ഷണത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവമാക്കിയിട്ട് ഒരു അവസരമായിട്ട്, അഡ്വഞ്ചറിനുള്ള അവസരമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ എസ്സേയിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.